മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോഴെല്ലാം തന്നെ ഒന്നുകിൽ കടൽ കാണാൻ പോകും, കടൽത്തീരത്ത് പോകും, അല്ലെങ്കിൽ പുഴയോരത്ത് വന്നിരിക്കും. ഇന്നൊരു പുഴയാത്രയാവാമെന്ന് വിചാരിച്ചു. മനസ്സിൻ്റെ പ്രക്ഷുബ്ധത അല്ലെങ്കിൽ നമ്മളെ ശാന്തമാക്കാൻ പുഴയോളം ഒന്നിനുമാവില്ല. ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകമുണ്ട്, അത് ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞൊരു നോവലാണ്. അതിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന മനസ്സുമായി സിദ്ധാർത്ഥൻ ഇങ്ങനെ പുഴയോരത്ത് വന്നിരിക്കുകയും ആ പുഴ സിദ്ധാർത്ഥൻ്റെ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. പുഴയോട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. അത് ബാലൻസ്ഡ് സോൾ, ഒരു സന്തുലിതമായ ഒരു മാനസികാവസ്ഥ നേടിയെടുക്കാനായിട്ടാണ് അദ്ദേഹം പുഴയോട് സംവദിക്കുന്നത്. അപ്പോൾ ഞാനും കരുതി പുഴയുമായൊരു സംവാദമാവാമെന്ന്. വേർഡ്സ്വർത്ത് പറയുന്ന പോലെ റിട്ടേൺ ടു നേച്ചർ. ടെനിസം പറയുന്ന പോലെ men may come, men may go, but I go on forever. കുറച്ച് വെയിൽ വന്നു. ഇപ്പോൾ നേരത്തെ ഒരു പുലർച്ചെ വന്ന് പുഴയിലൂടെ യാത്ര ചെയ്യേണ്ടതായിരുന്നു. പ്രഭാത യാത്രയോളം മനോഹരമല്ല സൂര്യൻ്റെ ചൂടിലുള്ള ഈ യാത്ര. എങ്കിലും പുഴ ഒരു അത്ഭുതം തന്നെയാണ്. എന്നെ അറിയാൻ, എന്നിലേക്ക് നോക്കാനൊക്കെ പുഴ എന്നെ പഠിപ്പിക്കുന്നു, മുന്നേയും പഠിപ്പിച്ചിട്ടുണ്ട്. പുഴ എത്ര ശാന്തമായിട്ടാണ് ഒഴുകുന്നത്, എന്തിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.